ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വെൽക്കം സെഷനിലേക്ക്. നമുക്ക് ഇൻട്രൊഡക്ഷനിൽ കൊടുത്ത സമയം ചെലവാക്കാതെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കാരണം നമ്മുടെ യൂണിറ്റ് 2 ആണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ കൺസെപ്ഷൻ, എന്തൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. കൺസെപ്ഷൻ മുതൽ ബർത്ത് വരെയുള്ള ഒരു ഇതാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. എനിവേ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് അതിന്റെ ഡീപ്പായിട്ട് നമ്മൾ ഓരോ സ്റ്റേജസ് എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോവാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഓരോ പാർട്ടും അത് ചില ഭാഗത്ത് നമുക്ക് ടഫ് തോന്നുമെങ്കിലും അത് ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതി നമ്മളൊന്ന് നോക്കുമ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മുടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണല്ലോ അത് ചർച്ച ചെയ്യുന്നത്. ആ ഒരു നിലക്ക് തന്നെ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണമെന്നുള്ള നിലക്കാവുമ്പോൾ ചില ബയോളജി ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തോന്നും. എനിവേ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ബ്ലോക്ക് 1ഉം 2ഉം 3ഉം 4 ഒക്കെ ആയിട്ട് ഓരോ സ്റ്റേജസിലുള്ള ഡെവലപ്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് വെറും ഒരു ഇൻട്രഡക്ഷൻ, അതിന്റെ ഒരു കൺസെപ്റ്റ് പറയലും, ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിലെ ഫാക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമ്മൾ പോകുന്നത്, ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വെറും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലക്ക് പ്രീനാറ്റൽ ഡെവലപ്മെന്റ്. യൂണിറ്റിന്റെ പേരിൽ തന്നെ അതുണ്ട്, പ്രീനാറ്റൽ ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് ബ്ലോക്കിന്റെ നെയിം. ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റുകൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഇന്നത്തെ യൂണിറ്റ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് എന്ന് മാത്രമുള്ള യൂണിറ്റ് ആണ്, സെക്കൻഡ് യൂണിറ്റ്. അതിൽ നമ്മളെ ജെനറ്റിക്സ്, അതുപോലെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസും അതിന്റെ ഹസാർഡ്സും ഒക്കെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇനി പ്രീനാറ്റൽ പീരീഡിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന ഡെവലപ്മെന്റുകളൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു പിക്ചറാണ് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് സ്ലൈഡിൽ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രീനാറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിഫോർ ബർത്ത് ഉള്ള ഒരു ഫ്രം കൺസെപ്ഷൻ ടു ബിഫോർ ബർത്ത് നടക്കുന്ന പ്രോസസ്സിംഗ് ആണ്, ഡെവലപ്മെന്റൽ പ്രോസസ്സാണ് പ്രീനാറ്റൽ. ഞാനിങ്ങനെ കുറെ പറയുന്നതൊരു മൂലം നിങ്ങൾക്ക് ഈ സംഗതി എന്താണെന്നും ഈ പ്രീനാറ്റൽ ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലാവണം നിങ്ങൾ അതിനെ കൺസീവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുറെ പിക്ചേഴ്സും മറ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എല്ലാം അവസാനമാകുമ്പോഴേക്കും ഒരു മൊത്തത്തിലുള്ള എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്കത് വൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഈ ഒരു പിക്ചർ ഡെവലപ്മെന്റ് പീരീഡിന്റെ ഓരോ സ്റ്റേജസിന്റെ ഇത് കൊടുത്തെന്ന് മാത്രം. ഫസ്റ്റ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് എന്താണ് നമുക്ക് പറയാം. പ്രീനാറ്റൽ ഡെവലപ്മെന്റിലും അതിൽ തന്നെ ആയിട്ടും കുറെ സ്റ്റേജസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓരോന്നും വഴിക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. ഏതായാലും ബിഫോർ ബർത്ത് ഉള്ള പ്രീനാറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബേബിയുടെ, ഒരു കുഞ്ഞ് ഫോം ചെയ്യുന്നതിന്റെ ബേർത്തിന്റെ മുന്നേയുള്ള പ്രോസസ്സിങ്, ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോഴുള്ള പിന്നെ പ്രോസസ്സിങ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടെന്നതാണ് ഇതിന്റെ ചർച്ച. അത് സൈഗോട്ട്, ഇംബ്രിയോ, ഫീറ്റസ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകളിലൂടെയാണ് പോകുന്നത്. ഡീപ്പായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഇനി ഒരു ലൈഫിന്റെ തുടക്കം, ഒരു മനുഷ്യന്റെ ലൈഫ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതുപോലെ ഒരു മനുഷ്യൻ തന്നെ ഇനി ആണും പെണ്ണും മെയിലും ഫീമെയിലൊക്കെ ആയി തിരിയുന്നതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പേം എഗ്. സ്പേം എന്ന് പറയുന്നത് പുരുഷന്റെ മെയിൽ സെക്സ് സെല്ലിനെയാണ് സ്പേം എന്ന് പറയുന്നതെങ്കിൽ ഫീമെയിൽ ഇതിനെ പറയാം എഗ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ഓവം എന്നാണ് പറയാ. ഇത് 23, ഇത് ഡീപ്പായിട്ട് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ആമുഖം കൊടുത്താണ്. 23 ക്രോമസോംസുകളാണ് ഒരു ഇതിലുണ്ടാവുക. ഒരു സ്പേമിലാണ് 23 ക്രോമസോംസ് ഉണ്ടാവും, അതുപോലെ എഗ്ഗിലും ഉണ്ടാവും 23 ക്രോമസോംസ്. ഇത് മൊത്തത്തിലാണ് ഒരു ബേബി ഫോം ചെയ്യുന്നതിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി 46 ക്രോമസോംസുകൾ അടങ്ങിയ ഇതാണ് ഒരു ബേബി ഫോം ചെയ്യുന്നതിലേക്കുള്ള വർക്ക് നടക്കുന്നത്. ഈ ഒരു കുട്ടിയുടെ പിന്നെ ജനറ്റിക് ട്രേറ്റ്സുകളൊക്കെ ഇതിലൂടെയാണ് ആ കുട്ടി കരസ്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ഒരു പിന്നെ ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് വേർതിരിയുന്നത് ആ ഒരു സ്റ്റേജ് ഈ ഒരു സ്റ്റാർട്ടിങ് തന്നെ നടക്കുന്നുണ്ട്. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് പറയുന്നത് കുറച്ച് വൈകിയാണെങ്കിലും സത്യത്തിൽ ഫസ്റ്റ് ഈ ഒരു കൺസെപ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇത് എന്താവുന്നുണ്ട്,
ആവുന്നുണ്ട്. അതായത് ഒരു മെയിലിൽ നിന്നും ഒരു ഫീമെയിലിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞു 23 ക്രോമസോംസുകളാണ് വരിക. ക്രോമസോംസിൽ ഒരു ഫീമെയിലിൽ നിന്ന് എക്സ് ആണ് വരിക. മനസ്സിലാവും കുറച്ചും കൂടി കഴിയുമ്പോൾ. എക്സ് വരും. മെയിലിൽ നിന്നാണ് XY വരുന്നത്. അങ്ങനെ അത് എന്താവും, ഒരു സെക്സ്, ഏതാണ് സെക്സ് എന്നുള്ളതിലേക്ക് വേർതിരിയും. ഡീപ്പായിട്ട് പറയാം. എന്തായാലും ഈ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു പേഴ്സണാലിറ്റിയെ അവന്റെ ഭാവിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എനിവേ, ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഈ പിക്ചറിലൂടെ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു മെയിൽ സെക്സ് സെല്ല്, ഇത് ശരിക്കും മെയിൽ സെക്സ് സെല്ല് എവിടെ നിന്ന് ഉണ്ടാവുന്ന ആദ്യം നോക്കാം. ഫസ്റ്റ് ആണ് പറയുന്നത് മനുഷ്യന്റെ ലൈഫിന്റെ തുടക്കം എവിടെ നിന്നാണെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മെയിൽ ഗൊണാഡ്സ് എന്നാണ് പറയാം. മെയിൽ സെക്സ് സെല്ലിന്റെ നിൽക്കുന്ന ഭാഗങ്ങൾ മെയിൽ ഗൊണാഡ്സ് എന്നും അതിന് ടെസ്റ്റിസ് എന്നും പറയും. ടെസ്റ്റിസ് എന്നും അതിന്റെ പേരുണ്ട്. മെയിൽ ഗൊണാഡ്സ്, ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്ന് ആൻസർ ചെയ്തും കൂടി ചെയ്താൽ ഇങ്ങനെ മനസ്സിൽ പതിയും. മെയിൽ ഗൊണാഡ്സ്. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? ഹലോ, ഒന്ന് ആൻസർ ചെയ്യോ ആരെങ്കിലും? സൗണ്ട് സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. മനസ്സിലാവാത്തുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം, ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ മെയിൽ ഗൊണാഡ്സ് എന്ന് പറയുന്നത് മെയിൽ സെക്സ് സെല്ല് നിൽക്കുന്ന ഭാഗത്തിനാണ് മെയിൽ ഗൊണാഡ്സ് എന്ന് പറയുന്നത്. മെയിൽ ഗൊണാഡ്സ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ടേം ആണത്, മെയിൽ ഗൊണാഡ്സ്. പിന്നെ ടെസ്റ്റിസ് എന്നും അതിന് പേരുണ്ട്. പിന്നെ ഇനി ഫീമെയിൽ സെക്സ് സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അതിന് പറയുന്ന പേരാണ് ഫീമെയിൽ ഗൊണാഡ്സ് എന്ന് പറയും. മെയിൽ ഗൊണാഡ്സ്, ഫീമെയിൽ ഗൊണാഡ്സ്. ഇത് ഓവറീസ് എന്നും പേരുണ്ട്. മെയിലിന്റെ ടെസ്റ്റ് പേരുള്ളത് പോലെ ഓവറീസ് എന്നും പറയും. ഓവറി എന്നാണ് ഫീമെയിൽ സെക്സ് സെൽ വരുന്നത്. മെയിൽ ഗൊണാഡ്സ് എന്നാണ്, അല്ലെങ്കിൽ ടെസ്റ്റസ് എന്നാണ് മെയിൽ സെക്സ് സെൽ വരുന്നത്. അപ്പോ ഇനി ഇത് കൺസെപ്ഷൻ ടൈം ആണ്. സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടൈം. അത് മുതൽ ബർത്ത് വരെയുള്ള ടൈം ആണല്ലോ പ്രീനാറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഏതായാലും ഹ്യൂമൻ ബിഗിൻസ് 46 ക്രോമസോംസ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ ക്രോമസോംസിന്റെ കണക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. ഇനി ഒരു മനുഷ്യനിൽ ഒരു ബേബി ഫോം ചെയ്യുന്നതിൽ ടോട്ടൽ 46 ക്രോമസോംസിന് അതിൽ റോൾ ഉണ്ട്. 23 വരുന്നത് മെയിൽ സെക്സ് സെൽ ഇതാണെങ്കിലും 23 ഫീമെയിൽ ആണ്. അപ്പൊ അത് ടോട്ടൽ 46 ഉണ്ടാവും. അതിൽ നോക്കണേ, ശരിക്കും ശ്രദ്ധിച്ചു നോക്കണം. 44 ഓട്ടോസോംസ് എന്നാണ് അറിയപ്പെടുക. ഓട്ടോസോംസ്. ക്രോമസോംസ്, ടോട്ടലി ക്രോമസോംസ് എത്ര ഉണ്ട്? 46 ഉണ്ട്. അതിൽ 44 ഓട്ടോസോംസ് എന്നാണ് അറിയപ്പെടുക. ബാക്കിയുള്ള ഇതിനാണ്, അതായത് 44 ഓട്ടോസോംസും പിന്നെ രണ്ട് സെല്ല് വേറെ ഉണ്ട്. അതിൽ ഒന്ന് ഫീമെയിലിന് വരുന്ന എക്സ് ക്രോമസോം ഉണ്ടാവും, പിന്നെ മെയിലിന് വരുന്ന ഒരു Y ക്രോമസോംസ് ഉണ്ടാവും. മനസ്സിലായി വിചാരിക്കുന്നു. 46-ൽ 44 ഓട്ടോസോംസ് എന്നറിയപ്പെടും. അതായത് 22 പേയേഴ്സ് ആയിട്ട് വരിക, ഓരോ പെയർ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ 22 പെയർ എന്താവും, ഓട്ടോസോംസ് ഉണ്ടാവും. പിന്നെ ഫീമെയിലിന് എക്സേ ഉണ്ടാവുള്ളൂ. അതായത് 23 ക്രോമസോംസ് ഫീമെയിലിന് വരുന്നതിൽ പിന്നെ 23 എന്തായിരിക്കും, എക്സ് ആയിരിക്കും. നേരെ മറിച്ച് ഒരു മെയിലിന് വരുന്ന 23-ൽ അവസാനത്തെ ഒരു ക്രോമസോം അത് Y ആയിരിക്കും. ആ Y ആയിരിക്കും എന്നല്ല, എക്സും ആവാം. ആ എക്സ് ആണെങ്കിൽ അത് എന്താവും, അത് ഫീമെയിൽ ആവും. ആ കുട്ടി ഫീമെയിൽ ആവും. Y ആണെങ്കിൽ ആ കുട്ടി മെയിൽ ആകും, ബോയ് ആവും. അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ പിക്ചർ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. സ്പേം നമ്മൾ നേരത്തെ പറഞ്ഞു, എഗ്. പുരുഷ ബീജത്തിന് സ്പേം എന്നും ഫീമെയിലിന് എഗ് എന്നാണ് പറയാ. അപ്പൊ സ്പേം വന്നു, സ്പേം എക്സ് ആണ്, ക്രോമസോംസ് ഒക്കെ എക്സ് ആണ്. അങ്ങനെ എഗ്ഗിൽ എക്സേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. എക്സും ആവുമ്പോൾ എന്താവും, കുട്ടി ഫീമെയിൽ ആയിരിക്കും. ഓക്കെ. ഇനി സ്പേമിൽ നിന്ന് വരുന്ന അവസാനം 23-ാമത്തത് Y ആണെങ്കിൽ അതുപോലെ ഫീമെയിൽ എക്സേൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ Y + X എന്തായിരിക്കും, കുട്ടി എന്തായിരിക്കും എന്ന് പറഞ്ഞൊന്ന് ആൻസർ ചെയ്താ? ആണായിരിക്കും. ഓക്കെ. അപ്പൊ X + X അല്ലെങ്കിൽ Y + X, ഇങ്ങനെയാണ് സ്പേമും എഗ്ഗും തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാനുള്ള ടേമുകൾ മെയിൽ ഗൊണാഡ്സ്, ഫീമെയിൽ ഗൊണാഡ്സ്, പിന്നെ അത് 46
ക്രോമസോംസിൽ 44നും ഓട്ടോസോംസ് എന്നാണ് പറയാ. അവസാനത്തെ സെക്സ് വേർതിരിക്കുന്ന സോം ഇതാണ് ക്രോമസോം എക്സ് അല്ലെങ്കിൽ വൈ. ഓക്കെ, ഇത് മനസ്സിലാക്കാനുള്ളൂ. ഇനി ഒന്നും കൂടി നമ്മൾ ഡീപ്പായിട്ട് പോവാണ്. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കണേ, അല്ലെങ്കിൽ അതിന് ശേഷം പറയുന്നതൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. ഇനി ഓരോ കുട്ടിക്കും ഒരു ഫാദറിന്റെയും മദറിന്റെയും റോള് കറക്റ്റായിട്ട് അവരുടെ ജെനറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവരെ ക്രോമസോംസിൽ വരുന്ന അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു 22 ഓട്ടോസോംസും അതുപോലെ ഒരു ക്രോമസോം എക്സ് അല്ലെങ്കിൽ വൈ ക്രോമസോമാണ് ഇത് ഒരാളിൽ നിന്ന് ഉണ്ടാവുക. ഫീമെയിലാകുമ്പോൾ എക്സ് ഉണ്ടാവുള്ളൂ, മെയിലാകുമ്പോൾ വൈ. അപ്പോൾ ഈ 23ാമത്തെ പെയറാണ് ഒരു കുട്ടിയുടെ ബേബിയുടെ ഫോം ചെയ്യുന്നതിൽ അവരുടെ സെക്സ് വേർതിരിക്കുന്നത് 23ാമത്തെ പെയർ ആയിരിക്കും. മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിഫർ ചെയ്യുന്നത്. എല്ലാം ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിക്ചറിൽ ഇങ്ങനെ ജസ്റ്റ് 22-23 ക്രോമസോമുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഓട്ടോസോംസ് ആണ് കേട്ടോ. 22 വരെ ഓട്ടോസോംസ്, 22 കഴിഞ്ഞ് 23ാമത്തെ ഈ പെയറാണ് സെക്സ് ക്രോമസോം, അതായത് ഒരു ബേബിയുടെ സെക്സ് ഫോം ചെയ്യുന്നത്. അതൊന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ലൈഡിൽ കൊടുത്തു എന്ന് മാത്രം. ഇനി ഒന്നും കൂടി ഈ പിക്ചറും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. ഇതിലൂടെയൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മദർ അല്ലെങ്കിൽ മദറിൽ നിന്ന് വരുന്ന 22 ഓട്ടോസോംസ്, ഫാദറിൽ നിന്ന് വരുന്ന 22 ഓട്ടോസോംസ് പ്ലസ് 1 എന്ന് പറയുന്നത് മദറിലാവുമ്പോൾ എക്സേ ഉണ്ടാവുള്ളൂ, ഫാദറിലാവുമ്പോൾ എക്സ് ഓർ വൈ ആവാം. എക്സ് ആണെങ്കിൽ കുട്ടി ഫീമെയിൽ ആയിരിക്കും, വൈ ആണെങ്കിൽ കുട്ടി മെയിൽ ആയിരിക്കും. ഓക്കെ, അതൊന്നും കൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് സ്പേം എക്സ് ആണ്, എഗ് എക്സ് ആണെങ്കിൽ എക്സ്. ഇനി സ്പേം വൈ ആണ്, വൈ എന്ന് പറഞ്ഞാൽ 23ാമത്തെ പെയർ. വൈ ആണെങ്കിൽ എഗ് വൈ എക്സ് ആണെങ്കിൽ എന്താവും, എക്സ് വൈ ആവും. അപ്പോൾ ഫീമെയിൽ ആവും, മെയിൽ ആവും. എക്സ് ഫീമെയിലും എക്സ് വൈ മെയിൽ. അത് ആ പിക്ചർ തന്നെ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു സ്ലൈഡിലായിട്ട് കൊടുത്തു. സ്ലൈഡിലേക്ക് ഇങ്ങനെ നോക്കി പോയാൽ മതി. സ്പേം എക്സ് പ്ലസ് എക്സ് എന്ത് ചെയ്യാണ്, എഗ് എക്സ് കൂടി ചേർന്നിട്ട് എക്സ് ആവുന്നു ഫീമെയിൽ. പിന്നെ സ്പേം വൈ എഗ് എക്സ് ആണ്, എക്സ് വൈ ആവുമ്പോൾ മെയിൽ ആവും. ഇനി വേറൊരു ഇതിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു സംഭവം ക്രോമസോംസിന്റെ സെക്സ് വേർതിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ പറയാം ഒന്ന്. ഓക്കെ ആണെങ്കിൽ മാത്രം. ഇനി നമ്മളെ ഈ ഒരു ഫസ്റ്റ് പീരീഡ് പ്രീനാറ്റലിൽ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പീരീഡിൽ തന്നെ അതിനെ 3 തിരിക്കുന്നുണ്ട്. 3 അതിനെ പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയും. പ്രിലിമിനറി സ്റ്റേജ് ശരിക്കും ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം 3 സ്റ്റേജുകൾ ഉണ്ടാവും. മെയിലിനെ സംബന്ധിച്ചിടത്തോളം, മെയിൽ സെക്സ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം 2 സ്റ്റേജുകളാണ് ഉണ്ടാവുക. നമുക്ക് നോക്കാം. എല്ലാ സെക്സ് സെല്ലുകളും ഇപ്പൊ പറഞ്ഞ സെക്സ് സെല്ലുകളൊക്കെ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അതൊക്കെ പ്രിലിമിനറി സ്റ്റേജസിലൂടെയാണ് പോവുക. ഡെവലപ്മെന്റിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൽ സെക്സ് സെല്ല് എന്ത് ചെയ്യണം, 2 പ്രിലിമിനറി സ്റ്റേജ് ഇത് കിടക്കണം. ഒന്ന് മെച്ചുറേഷൻ എന്നാണ് പറയാ. ഈ ടേം മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ പ്രിലിമിനറി സ്റ്റേജ് മെയിലിനെ സംബന്ധിച്ചിടത്തോളം മെച്ചുറേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇത് രണ്ടുമാണ് മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം മെച്ചുറേഷൻ ഉണ്ടാവും, ഓവുലേഷൻ ഉണ്ടാവും, ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. ഇത് നമുക്ക് ഡീറ്റെയിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഇവിടുന്ന് മനസ്സിലാക്കി വെക്കാൻ. മെയിൽ ആണെങ്കിൽ 2 പ്രിലിമിനറി സ്റ്റേജ് ഉണ്ടാവുള്ളൂ. ഒന്ന് മെച്ചുറേഷൻ, ഫെർട്ടിലൈസേഷൻ. പിന്നൊന്ന് ഫീമെയിൽസ് ഇതാണ്, അത് 3 പ്രിലിമിനറി സ്റ്റേജുകൾ ഉണ്ടാവും. മെച്ചുറേഷൻ ഉണ്ടാവും, ഓവുലേഷൻ ഉണ്ടാവും, ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി മെച്ചുറേഷൻ എന്താണ്, ആ സ്റ്റേജ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പോവാണ്. ഇതൊരു ക്രോമസോമിന്റെ റിഡക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ 23 പെയർ എന്ത് ചെയ്യും, ക്രോമസോംസ് വരും മെയിൽ സ്പേമെന്ന്. അതുപോലെ 23 എന്താ ഉണ്ടാവും, ഫീമെയിലിനും വരും. അപ്പോൾ ഇത് തമ്മിൽ എത്രയാവും, ഒരു ഹ്യൂമനിൽ നമ്മൾ എന്ത് ചെയ്യാൻ എത്ര ഇതേ ഉണ്ടാവാൻ പാടുള്ളൂ? ഒന്ന് ആൻസർ ചെയ്യോ? 46 ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എന്ത് ചെയ്യും, റിഡക്ഷൻ നടക്കും. ഈ 2 പ്രോസസ്സും ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ റിഡക്ഷൻ നടക്കും. സെൽ ഡിവിഷൻ ഇങ്ങനെ നടന്നിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് പോവുക. നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണും മനസ്സിലാവും. അപ്പോൾ ഓരോ പെയറിനും
1 chromosomes from each pairs goes to a sub divided ആയിട്ടുള്ള വേറെ സെല്ലിലേക്ക് പോകും. ഇങ്ങനെ ഇത് സ്പ്ലിറ്റ് ആവും ലെങ്ത് വൈസ് ആൻഡ് ഫോംസ് 2 ന്യൂ സെൽസ്, 2 ന്യൂ സെല്ലുകളായിട്ട് പിന്നെ ഡിവൈഡ് ആവും. ഒരു സെല്ല് തന്നെ 2 ന്യൂ സെല്ലായിട്ട് ഡിവൈഡ് ആകുന്ന ഒരു പ്രോസസ്സാണ് ഈ മാച്ചുറേഷൻ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ മെച്ചുവർ സെൽ വിച്ച് കണ്ടെയ്ൻസ് 23 ക്രോമസോംസ് ഉണ്ടാവും. ഈ 23 ക്രോമസോം ഇത് പിന്നെ ഈ ഇതിൽ ഈ അടങ്ങിയിരിക്കുന്ന 23 ക്രോമസോം അടങ്ങിയിരിക്കുന്ന ഈ മെച്ചുവർ സെല്ലിനാണ് എന്ത് പറയുന്നത്, ഹാപ്ലോയിഡ് സെൽ. ഇത് പോയി നിൽക്കുന്ന ഇത് എന്ത് ചെയ്യും, ഒരു സെല്ലായി മാറും. ആ സെല്ലിന്റെ പേരാണ് ഹാപ്ലോയിഡ് സെൽ. ഈ ഡിവിഷൻ നടന്നതിന് ശേഷം ഇതൊരു സെല്ലായിട്ട് മാറും. ആ സെല്ലിന്റെ പേരാണ് ഹാപ്ലോയിഡ് സെൽ. ഈ ഒരു ഇതിൽ ഈ ടേമാണ് ഓർമ്മിക്കാനുള്ളത്, ഹാപ്ലോയിഡ് സെൽ എന്നുള്ളത്. ഇത് ഈ പ്രോസസ്സ് നടന്നതിന് ശേഷം, മാച്ചുറേഷൻ പ്രോസസ്സ് നടന്നതിന് ശേഷം, അതായത് ഇത് റിഡക്ഷൻ നടക്കും, സെൽ ഡിവിഷൻ നടന്നിട്ട് അതിൽ റിഡക്ഷൻ നടക്കും. ആ റിഡക്ഷൻ നടന്നിട്ട് ഇത് ഒരു സബ് ഡിവൈഡഡ് ആയിട്ടുള്ള സെല്ലായിട്ട് മാറും. ആ മാറിയ ഇനിയാണ് എന്ത് ചെയ്യുന്നത്, ഹാപ്ലോയിഡ് സെൽ എന്നാണ് അതിന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേജ് പറയുന്നു ഓവുലേഷൻ. ഇതൊരു പ്രിലിമിനറി സ്റ്റേജിൽ 3 സ്റ്റേജുകൾ പറഞ്ഞു. ഒന്ന് മാച്ചുറേഷൻ, ഓവുലേഷൻ, പിന്നെ എന്തായിരുന്നു മൂന്നാമത്തേതെന്ന് പറഞ്ഞ ഫെർട്ടിലൈസേഷൻ. ഇത് ഓവുലേഷൻ, നമ്മൾ ഈ പ്രിലിമിനറി സ്റ്റേജിലുള്ള ഈ ഓവുലേഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് സെല്ലിനെ മാത്രം ലിമിറ്റഡ് ആണ്. ഇത് ഒരു മെച്ചൂർ ആയിട്ടുള്ള ഓവം പിന്നെ എന്ത് ചെയ്യാണ്, ഈ ഓരോ മാസവും സ്ത്രീകൾക്കുള്ള മെൻസ്ട്രൽ സർക്കിളിൽ ഓരോ മാസവും എഗ്ഗ് വരും. എഗ്ഗ് വന്നിട്ട് അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് പിന്നെ ഈ സ്പേം വന്നിട്ടില്ലെങ്കിൽ അത് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇതായി പോകും. അപ്പൊ ആ പ്രോസസ്സിനാണ് മെൻസ്ട്രൽ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നശിച്ചു പോകുന്ന അതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അഥവാ അത് അവിടുന്ന് സ്പേം വന്നിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, ഫെർട്ടിലൈസേഷൻ സ്റ്റേജിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, എനിവേ ഈ ഓവുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് സെല്ലിനെ മാത്രം ബാധിക്കുന്ന ഒരു സ്റ്റേജാണ്. ഇതിൽ പിന്നെ സ്പേമിന് എന്തില്ല, റോളില്ല. നമ്മൾ പറഞ്ഞു ഇത് പിന്നെ ഒരു മെച്ചൂർ ആയിട്ടുള്ള ഓവം ഓരോ മാസവും സ്ത്രീകളിൽ നിന്ന് വരും. അത് പിന്നെ എന്ത് ചെയ്യും, സ്പേം വരുന്നില്ലെങ്കിൽ, പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ അത് ഡേക്കേ ആയി പോകും. It is observed that the 2 ovaries alternate in producing a ripe ovum during each menstrual cycle. Okay. ഇനി നെക്സ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് ആണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ മെയിലിനെ സംബന്ധിച്ചിടത്തോളവും ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സ്റ്റേജാണ്. ഇത് കൺസെപ്ഷൻ ടൈം നടക്കുന്ന ഒരു സ്റ്റേജാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ്, ശരിക്കും തേർഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, പ്രിലിമിനറി ടു ദി ബിഗിനിങ് ഓഫ് ദി ന്യൂ ലൈഫ്. ഒരു ഹ്യൂമൻ രൂപപ്പെടുന്ന ബിഗിനിങ് സ്റ്റേജ്, ഒരു ബേബി രൂപപ്പെടുന്ന ഫോം ആവുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ്, അതായത് പ്രിലിമിനറി സ്റ്റേജിലെ ലാസ്റ്റ്. ഇവിടെ നിന്നാണ് ശരിക്കും ഒരു ഫോമിങ് ആരംഭിക്കുന്നത്. നോർമലി ഇത് എന്ത് ചെയ്യാണ്, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എഗ് ഫീമെയിലിന്റെ എഗ്ഗും അതുപോലെ മെയിലിന്റെ സ്പേമും കൂടി ചേർന്ന് എന്ത് ചെയ്യും, പിന്നെ ഫെലോപ്പിയൻ ട്യൂബിലാണ് ഇത് സംഭവിക്കുന്നത്. നോർമലി ഇത് വരുന്ന ഫെലോപ്പിയൻ ട്യൂബ്, നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഫെർട്ടിലൈസേഷൻ അതിന്റെ ഒരു രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേം വരും, സ്പേം വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, എഗ്ഗുമായിട്ട് പിന്നെ കൂടിച്ചേരും. എഗ്ഗും സ്പേമും കൂടി ചേർന്നിട്ട് ഫെലോപ്പിയൻ ട്യൂബിലാണ് ഈ ഒരു സ്റ്റേജ്, ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് നടക്കുന്നത്. ഇതാണ് ശരിക്കും ഒരു ഹ്യൂമന്റെ ബിഗിന്നിങ്, ഒരു പിന്നെ ഇത് ഒരു ബേബി ഫോം ചെയ്യുന്നതിന്റെ ആരംഭം എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ഇത്രയും ആണ് ഒരു ബേബി ഫോം ചെയ്യുന്നതിലുള്ള ഒരു പിന്നെ ഇത് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ ഇതുവരെ ഉള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്ന് പിന്നെ റെസ്പോണ്ട് ചെയ്യോ, നമ്മൾ അതിന്റെ അടുത്ത നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോവായിരുന്നു. കുറേയൊന്നുമില്ല, യൂണിറ്റ് വളരെ ഷോർട്ടാണ്, പക്ഷെ മനസ്സിലാക്കിയാൽ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ എക്സാമിൽ എങ്ങനെ വന്നാലും അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലാണ്. ക്ലിയർ ആണോ? എത്രയായിരുന്നു ടോട്ടൽ സെല്ലുകൾ പറഞ്ഞത്, ക്രോമസോംസ്? ഒന്ന് ആൻസർ ചെയ്യോ? 23. Yes, 23 pairs each. Okay. അതിൽ ഒരു സെക്സ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്?
ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളത്? എക്സ് പ്ലസ് ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ നമ്മള് ഓക്കെ, ബാക്കിയുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതും കൂടി പറഞ്ഞോളൂ, പ്രിലിമിനറി സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു ബിഗിന്നിങ് സ്റ്റേജസിലുള്ള പ്രിലിമിനറി സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു എന്നും കൂടി പറഞ്ഞ. മെച്ചുറേഷൻ, ഫെർട്ടിലൈസേഷൻ മെയിലിനെ സംബന്ധിച്ചിടത്തോളം, ഓവുലേഷനും കൂടി ഉണ്ടാവും. ഓക്കെ, എനിവേ നമ്മൾ ഈ ഒരു പീരീഡിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൂടി പറയാൻ പോവാണ്. നമുക്ക് നോക്കാം. ഈ പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബേബി ഫോം ചെയ്ത ഒരു മനുഷ്യന്റെ തുടക്കത്തിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് പ്രീനാറ്റൽ പീരീഡ്. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജും കൂടിയാണ് ഈ ഒരു പീരീഡ്. കാരണം എന്താന്നുള്ളത് ഇതിൽ മനസ്സിലാവും, സ്വഭാവങ്ങൾ പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ കുറെ പോയിന്റുകളൊക്കെ നിങ്ങളെ മനസ്സിൽ പതിയണം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോയിന്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സാമിന് വളരെ ഉപകാരപ്പെടുന്നതാണ് സംഗതി. ഇതൊക്കെ ഓർമ്മ വേണം. പ്രീനാറ്റൽ പീരീഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അത് ഒരു ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഇത് ഏകദേശം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. 9 മാസത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ 270 to 280 ഡേയ്സ് ആണ് ഉണ്ടാവുക ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത്. ഇതൊന്ന് ഓർഗനൈസ്ഡ് ആക്കിയെന്ന് മാത്രം, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇത് ഒരു ബേബി ഫോം ചെയ്യുന്നതിലെ ഫ്യൂച്ചർ ഗ്രോത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് നമുക്ക് ഈ ഒരു പീരീഡിനെ പറയാം. പിന്നെ നമ്മളെ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഇതിൽ മെയിൻ റോള് ഈ ഡെവലപ്മെന്റിൽ വഹിക്കുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്, നമ്മുടെ ഹെറിഡിറ്റി ആണ്. പിന്നെ നമ്മൾ മദേഴ്സിന്റെ ഹെൽത്ത്, അതുപോലെ മദറിന്റെ ഒരു ചുറ്റുവട്ടം, എൻവയോൺമെന്റ് ഒക്കെ അതിനെ എന്ത് ചെയ്യും, പിന്നെ എഫക്റ്റ് ചെയ്യും. അത് പോസിറ്റീവ്ലി ആണെങ്കിൽ പോസിറ്റീവ്ലി, നെഗറ്റീവ്ലി ആണെങ്കിൽ നെഗറ്റീവ്ലി. ഇവിടെ നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് നോക്കണം, കാരണം നമുക്കും കൂടി എഫക്ട് ചെയ്യുന്നതാണ്. ഒരു കുട്ടിയുടെ അമ്മ എങ്ങനെയാണോ ആ സ്റ്റേജിൽ പിന്നെ ഇമോഷണലി ഉണ്ടായിരുന്നത്, ആ ഒരു ഇമോഷൻ കുട്ടിനെ ബാധിക്കും. ഇനി എങ്ങനെയാണെങ്കിലും അത് പിന്നെ ഒരു നല്ലൊരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കണ്ടീഷനിലും മറ്റൊക്കെ ആണെങ്കിൽ കുട്ടിക്കും അത് എഫക്ട് ചെയ്യും എന്നുള്ളതിന് ഇതിന്റെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രീനാറ്റൽ പീരീഡിൽ എന്ത് ചെയ്യും, ബേബിയുടെ ഗ്രോത്തിനെ എല്ലാത്തിനെയും അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. പോസിറ്റീവ്ലി എഫക്ട് ചെയ്യും, നെഗറ്റീവ്ലിയും. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഇതിലാണ് ഉണ്ടായതെങ്കിൽ ആ കുട്ടി ആ ഒരു രീതിയിലാണ് ഡെവലപ്പ് ആവുക. ഡെവലപ്മെന്റ് അത് പറയുന്നുണ്ട്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പീരീഡ് പ്രീനാറ്റൽ പീരീഡിന്റെ നടക്കുന്നത് പോലെ മറ്റൊന്നില്ല. കാരണം നമുക്കറിയാം 9 മാസം കൊണ്ടാണ് ഒരു കൺസെപ്ഷൻ, ഒരു സ്പേമും എഗ്ഗും തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് 9 മാസം കൊണ്ടാണ് ഒരു കുട്ടിയായിട്ട് രൂപപ്പെടുന്നത്. ആ കുട്ടിയിൽ എന്തൊക്കെ ഒരു മനുഷ്യനിൽ അവയവങ്ങൾ വേണോ അതൊക്കെ ആ ഒരു സ്റ്റേജിൽ തന്നെ ഡെവലപ്പ് ആകുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോ നെക്സ്റ്റ് നമുക്കറിയാം, ഒരു കുട്ടിയുടെ സെക്സ് എന്താണ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ സ്റ്റേജ്. അത് കൺസെപ്ഷൻ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അത് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആവുന്നില്ലല്ലോ. ആ ഒരു സമയത്ത് എന്താണോ ഡിസൈഡ് ചെയ്തത് അത് തന്നെയാണ് പിന്നീട് എക്സ് ആണെങ്കിൽ ഇന്നതും, XY ആണെങ്കിൽ ഇന്നതും പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആണ് ഇതിൽ നടക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്ന പീരീഡാണ്. 9 മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ പിന്നെ സെല്ലുകളിൽ എന്ത് ചെയ്യുന്നു, ക്രോമസോംസിലൂടെ വന്ന് ഒരു ബേബി ആയിട്ട് 20 ഇഞ്ചൊക്കെ ഉള്ള ഒരു ബേബി ആയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്, അല്ലെങ്കിൽ ബേർത്ത് നടക്കുകയാണ്. ഇനി ബേബിയുടെ വെയിറ്റ് എന്ത് ചെയ്യാം, അത് പിന്നെ ബിഫോർ ബർത്തിന്റെ സമയത്ത് എന്ത് കൂടാം കുറയൊക്കെ ചെയ്യാം. അത് ബേബിയുടെ വെയിറ്റ് അത് പിന്നെ കൂടും കുറയൊക്കെ ചെയ്യും. അത് പിന്നെ അതുപോലെ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റേജും കൂടിയാണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ല, കാരണം വളരെ കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്നതായതുകൊണ്ട് നേരത്തെ പറഞ്ഞു
പോസിറ്റീവ്ലി നെഗറ്റീവ്ലി എൻവയോൺമെന്റ് എഫക്ട് ചെയ്യുന്നത് പറഞ്ഞതുപോലെ ഇത് എന്തെങ്കിലുമൊക്കെ സംഗതി ഇതിൽ പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ, ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ബാധിക്കും. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും അത് എഫക്ട് ചെയ്യും. ഇനി പിന്നെ മദറിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇതിനെ കുട്ടി ഒരു ഹെൽത്തി ബേബി ആയിട്ട് ഫോം ചെയ്യുന്നതിൽ വളരെ പ്രധാനം. ഒരു അമ്മ അതിൽ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. അമ്മയുടെ പോസിറ്റീവ് മെന്റാലിറ്റിയാണ് അതിൽ വളരെ പ്രധാനം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു പിക്ചർ കൊടുത്തെന്ന് മാത്രം. പ്രീനാറ്റൽ ഡെവലപ്മെന്റിന്റെ വളരെ ചെറിയൊരു യൂണിറ്റും കൂടിയാണിത്. കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. ഓക്കെ, എനിവേ നോക്കുക. ഇനി പിന്നെ ഈ പീരീഡ്സ് ഓഫ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ഇതിനെ 3 പീരീഡ് ആയിട്ട് തിരിക്കുന്നുണ്ട്. നേരത്തെ പ്രിലിമിനറി സ്റ്റേജസ് ആയിട്ട് തിരിച്ചതുപോലെ തന്നെ ഈ പ്രീനാറ്റൽ പീരീഡ് 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സൈഗോട്ട് ആവുന്നു, പിന്നെ എംബ്രിയോ, ഫീറ്റസ്. സൈഗോട്ട്, എംബ്രിയോ, ഫീറ്റസ്, ഈ 3 ടേമാണ് ഈ ഒരു സ്ലൈഡ് നിങ്ങൾ മനസ്സിൽ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. സൈഗോട്ട്, എംബ്രിയോ, ഫീറ്റസ്. ഓക്കെ ആയിരിക്കും വിചാരിക്കുന്നു. ഞാൻ അതിനെ കുറിച്ച് പറയാം. ഇനി ഒരു പിന്നെ ആവറേജ് ലെങ്ത് ഓഫ് പ്രീനാറ്റൽ പീരീഡ്. ഈ പ്രീനാറ്റൽ പീരീഡിന്റെ ഒരു ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് 38 വീക്സ് ആണ്. അതിന്റെ ഒരു ആവറേജ് ലെങ്ത് വരുന്നത് ഈ ഒരു പീരീഡിന്റെ. അതായത് നമുക്കറിയാം 266 ഡേയ്സ് ഉണ്ടാവും. എങ്ങനെയായാലും പിന്നെ ഈ ഒരു പീരീഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി എന്തായാലും ഉണ്ടാവുമല്ലോ. അത് പല കാരണങ്ങളാലും എന്ത് ചെയ്യും, പിന്നെ സ്കാനിങ്ങിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ലെങ്ത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇനി 180 മുതൽ തന്നെ ബർത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. 180 മുതൽ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും. പിന്നെ നേരത്തെ നടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും അതിന്റെ ചാലഞ്ചുകളൊക്കെ ഉണ്ടാവും. ഇതേതായാലും ഈ ഒരു 3 പീരീഡ് എല്ലാ കുട്ടിയും ഫോം ചെയ്യുന്നതിലും നടക്കുന്നുണ്ട്. സൈഗോട്ട് ആവുന്നുണ്ട്, എംബ്രിയോ ആവുന്നുണ്ട്, ഫീറ്റസ് ആവുന്നുണ്ട്. അത് ഓരോന്നും ഡീപ്പായിട്ട് നോക്കാം. ഇനി ഈ സൈഗോട്ടിക് പീരീഡ് എന്ന് പറയും. ഒരു സൈഗോട്ട് എങ്ങനെയാണ് ആവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രിലിമിനറി സ്റ്റേജസ് പറഞ്ഞു. അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ സ്റ്റേജിലാണ് ഒരു കുട്ടിയുടെ ഒരു ബേബിയുടെ തുടക്കം എന്ന് പറയുന്നത്, ബിഗിനിങ്. ആ ഫെർട്ടിലൈസേഷൻ ടു എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്, അവിടുന്ന് മുതൽ ഒരു ബേബി ഫോം ആവുന്ന ഇത് മുതൽ 2 ആഴ്ചക്കാലാണ് സൈഗോട്ടിക് പീരീഡ് എന്ന് പറയുന്നത്. സൈഗോട്ടിക് പീരീഡ് 2 ആഴ്ച മാത്രമേ ഉള്ളൂ. This first cell in which the female gens are joined with the female is called zygote. അതായത് നേരത്തെ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പേം വരണം. സ്പേം വന്നിട്ട് ഓവോ ആയിട്ട് അല്ലെങ്കിൽ എഗ്ഗോ ആയിട്ട് പിന്നെ കൂടി ചേർന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഈ ഒരു പിക്ചറിലുണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക. അവിടെ സ്പേം വന്നിട്ടില്ലെങ്കിൽ എഗ് എന്ത് ചെയ്യും, മെൻസ്ട്രേഷൻ ആയിട്ട് പോകും. അതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അപ്പോൾ സ്പേം വന്നാൽ പിന്നെ അവിടെ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ കുട്ടി ഫോം ആവുന്നതിലേക്ക് മാറും. അങ്ങനെ ആ ഒരു പീരീഡ്, ആ സ്റ്റാർട്ടിംഗ് പീരീഡ് ആണ് സൈഗോട്ട് എന്നാണ് പറയാ. അതിന് സൈഗോട്ട് എന്നാണ് പറയാ. ഇനി ഈ എഗ് ഈസ് സോ മച്ച് ലാർജർ ദാൻ ദി സ്പേം ദാറ്റ് ക്യാൻ അബ്സോർബ് ദി സ്പേം വിത്തൗട്ട് ഷോയിങ് ഇറ്റ്. ഇത് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രം. എഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്പേം വളരെ ഷോർട്ടായ സെല്ലാണ്. പിന്നെ സ്പേം എന്ന് പറയുന്നത് നേരെ മറിച്ച് എഗ് എന്ന് പറയുന്നത് ഈ സ്പേമിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വലുപ്പം എന്തുണ്ടാവും, എഗ്ഗിനുണ്ടാവും. സൈഗോട്ട് ഹാസ് 46 ക്രോമോൺസ്. നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ്. 46 ക്രോമസോംസ് ഉണ്ടാവും. The 23 that were in the egg originally and additionally 23 contributed by the male. മെയിൽ ആണ് 23ന്റെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫീമെയിൽ 23. ഇനി സൈഗോട്ട് നമ്മൾ പറഞ്ഞല്ലോ, സ്പേമും എഗ്ഗും ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ സൈഗോട്ട് ഡിവൈഡ് ആവുന്നു 2 സെല്ലുകളായിട്ട്. ഇങ്ങനെ ഇതിനാണ് പറയുന്നത് സൈഗോട്ട് എന്ന്. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ ഒരു തുടക്കത്തിൽ പിന്നെ ഡിവൈഡ് ചെയ്ത് നേരത്തെ പറഞ്ഞു ഡിവിഷൻ നടക്കുന്നുണ്ട്. ആ ഡിവിഷൻ 2 സെല്ലുകളായിട്ട്, പിന്നെ അതിങ്ങനെ പിന്നെ 4 സെല്ലുകളായിട്ട് അങ്ങനെ ഓരോ സ്റ്റേജ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഡിവിഷൻ നടക്കുന്ന ആ ഒരു പിന്നെ സൈഗോട്ട് പിന്നെ ഡിവിഷൻ നടക്കുകയാണ്. പിന്നെ ഓരോന്നും രാത്രി 2ആവുന്നു, പിന്നെ 4ആവുന്നു. അങ്ങനെ ഇതാണ് ഒരു കുട്ടി ഫോം ചെയ്യുന്ന ഫോമിങ് ഇൻ 9 months എ ന്യൂ ഹ്യൂമൻ ബീങ്. ഇങ്ങനെ പോയിട്ടാണ് ഒരു 9 മാസത്തിലേക്ക് കുട്ടി ഇങ്ങനെ ഡെവലപ്പായി വരുന്നത്. ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫസ്റ്റ് സൈഗോട്ടിക് പീരീഡിൽ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും, പിന്നെ അത് 2 4 ആവുന്നു, പിന്നെ ഇങ്ങനെ. അതാണ് സൈഗോട്ടിക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അത് എംബ്രിയോയിൽ എപ്പത്തും നോക്കാം. 2 ആഴ്ചക്കാലം നമ്മൾ പറഞ്ഞു സൈഗോട്ടിക് പീരീഡ് ആയിരിക്കും.
പിന്നെ 15ാമത്തെ ദിവസം മുതൽ ആഫ്റ്റർ കൺസെപ്ഷൻ നടന്നിട്ട് 15ാമത്തെ ദിവസം മുതൽ എന്ത് ചെയ്യുന്നു, 8ാമത്തെ ആഴ്ച വരെ 8ാമത്തെ വീക്ക് വരെ 8 വീക്ക് വരെ എന്തായിരിക്കും ഈ എംബ്രിയോ എന്ന് പറഞ്ഞ പീരീഡിലാണ് അറിയപ്പെടുക. അപ്പോഴേക്കും ഇതിന്റെ ലെങ്ത് ഏകദേശം എന്തായിട്ടുണ്ടാവും 1.2 ആയിട്ടുണ്ടാവും, ഈ ഇഞ്ച് 1.2 ഇഞ്ച് ലെങ്ത് ഇതിന് ആയിട്ടുണ്ടാവും 8 വീക്ക് ആകുമ്പോഴേക്കും. ഈ ഒരു പീരീഡിൽ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ. എന്താ ടിഷ്യൂ ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പീരീഡിൽ എന്ത് ചെയ്യുന്നു, സെൽസ് എംബ്രിയോ ആർ നോട്ട് ഓൺലി മൾട്ടിപ്ലൈയിങ്, ഇതിനകത്ത് പറഞ്ഞു 2, 4, 6 ഇങ്ങനെ എന്താകുന്നു ഡിവൈഡ് ആകുന്നുണ്ട് പറഞ്ഞില്ലേ, ബട്ട് ദേ ആർ ടേക്കിംഗ് ഓൺ സ്പെസിഫിക് ഫങ്ഷൻസ്. ഈ ഒരു അവർ ഓരോ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിവൈഡ് ആകുന്നതിനെ, ഈ ഡിവൈഡ് ആകുന്ന ഓരോ സെല്ലുകളും അവരുടേതായ ഫങ്ഷൻസ് അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് സ്റ്റേജിന് ടിഷ്യൂ ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ 2, 4 ആവുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ ആ ഡിഫർ ചെയ്യുന്ന സെല്ലുകൾ ചിലത് ഹാർട്ട് ഫോം ചെയ്യുന്നതിലേക്കും ചിലത് ഐ ഫോം ചെയ്യുന്നതിലേക്കും അങ്ങനെ ഇങ്ങനെ ഓരോ സെല്ലുകൾ ഓരോ വർക്ക് ഫങ്ഷൻസ്, നമ്മുടെ ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു 3 ആഴ്ച ആകുമ്പോഴാണ് ഒരു കുട്ടിക്ക്, ഒരു ബേബിക്ക് ഹാർട്ട് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. പിന്നെ the beginning development of brain and spinal cord and beginning of the gastrointestinal tract, ഇങ്ങനെ കുറെ ഈ ഡെവലപ്മെന്റ് ഇതൊക്കെ നടക്കുന്നത് എന്താണ്, കുട്ടിയുടെ 3ാമത്തെ ആഴ്ചയിലാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ സൈഗോട്ടിക് പീരീഡ് കഴിഞ്ഞ് എംബ്രിയോ പീരീഡിലാണ് ഹാർട്ട്, ബ്രെയിന്, സ്പൈനൽ കോഡ് ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, ഈ എംബ്രിയോയിൽ നടക്കുന്ന ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അതൊക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കുക. ഹാർട്ട്, ബ്രെയിന്, സ്പൈനൽ കോഡൊക്കെ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മളെ വോയിസ് ബോക്സ് എന്ന് പറയുന്നത് നമ്മളെ ലെറിൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ വോക്കൽ കോഡ്സിന്റെ ഒക്കെ, അതിന്റെയൊക്കെ തുടക്കം, ഡെവലപ്മെന്റിന്റെ തുടക്കവും ഈ ഒരു സ്റ്റേജിലാണ്, എംബ്രിയോ സ്റ്റേജിലാണ് നടക്കുന്നത്. അതുപോലെ റുഡിമെന്റ്സ് ഓഫ് ദി ഇയർ, ഐ ഡെവലപ്പ് പിന്നെ ഈ കേൾക്കാനുള്ള കുട്ടിയുടെ ചെവിയുടെ ഒരു റുഡിമെന്റ്സും ഇതൊക്കെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ഒരു പീരീഡിലാണ്, എംബ്രിയോയിലാണ്. പിന്നെ 4 ആഴ്ച ഒക്കെ ആകുമ്പോൾ, നമ്മൾ 8 ആഴ്ച വരെ എന്താണ് ഈ എംബ്രിയോ പീരീഡ് ആണ്. 4 ആഴ്ച, അതിൽ 4-5 ആഴ്ച ഒക്കെ ആകുമ്പോഴാണ് കണ്ണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ടേം, ഇത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ പീരീഡ് 3 സ്റ്റേജുകളാണ് പറയുന്നത്. സൈഗോട്ടിക് പീരീഡ് പറഞ്ഞു, പിന്നെ എംബ്രിയോ പീരീഡിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എംബ്രിയോ പീരീഡ് 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയാണ്. അതിൽ ടെറാറ്റോജൻസ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലാക്കാനുണ്ട്. ടെറാറ്റോജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഈ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ടെറാറ്റോജൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് മേ കോസ് സെവിയർ പ്രോബ്ലംസ്. എന്തെങ്കിലും, അത് എങ്ങനെയാവാം, കുട്ടിയിലുള്ള എന്തെങ്കിലും കെമിക്കൽസോ മറ്റോ പോയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു ആ കുട്ടിയിൽ, അതിന്റെ ആ ഒരു ബേബി ഫോം ചെയ്യുന്ന ഇത് ചെയ്യുന്ന എന്തെങ്കിലും എഫക്റ്റ് വരികയാണെങ്കിൽ അതിനെയാണ് ടെറാറ്റോജൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് എന്തായാലും ചിലപ്പോൾ കെമിക്കൽ ആയിരിക്കാം. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, ചില ഭക്ഷണങ്ങൾ പോലും ശ്രദ്ധിക്കണം എന്ന സമയത്ത്, പൈനാപ്പിളും അതൊക്കെ ചൂടുള്ള ഭക്ഷണങ്ങൾ പോലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് അതിനൊക്കെയാണ് ഈ ടെറാറ്റോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കുട്ടിക്ക് ഈ ബേബി ഫോം ചെയ്യുന്നതിലേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഇത് നശിപ്പിക്കാൻ തന്നെ, ഈ സെല്ലുകളൊക്കെ നശിപ്പിക്കാൻ തന്നെ അതിന് കഴിയും. അത് ചില മരുന്നുകളും ഒക്കെ അതൊക്കെ ഇതിൽ വരും, ടെറാറ്റോജൻസിൽ വരും. ഇനി 6ാമത്തെ ആഴ്ചയിൽ എന്താണ്, നോസ്, ജോ, പാലറ്റ്, ലങ് ബഡ്സ് ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, 6ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇപ്പം മറ്റേത് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ മൊത്തത്തിൽ ഒരു എംബ്രിയോണിക് പീരീഡ് എന്നാണ് പറയാം. നേരത്തെ സൈഗോട്ടിക് പീരീഡ് എന്ന് പറഞ്ഞ പോലെ എംബ്രിയോ, ഫിംഗർ, ടൂസ് ഇതൊക്കെ ഇതിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ 7th വീക്കിൽ നടക്കുന്നത് എന്താണ്, അതിന് മുന്നേ ഐ രൂപപ്പെടുമെങ്കിലും, 4ാമത്തെ 5ാമത്തെ ആഴ്ചയിൽ ഐ രൂപപ്പെടുമെങ്കിലും അത് കൃത്യമായിട്ട് ഫേസിലേക്ക് ആ ഒരു ഇത് ചെയ്യപ്പെടുന്ന, ഡെവലപ്പ് ആവുന്നത് എന്താവുന്നതാണ് 7ാമത്തെ വീക്കിൽ, 7th വീക്കിലാണ്.
ഓക്കെ, ഇത് നമുക്ക് വേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ ഡെവലപ്മെന്റ് ഈ ഒരു പീരീഡിൽ 7th വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഫോം ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി 8th വീക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എംബ്രിയോണിക് പീരീഡ്, എംബ്രിയോ ആയിട്ടുള്ള പീരീഡില് അവസാനത്തെ ആഴ്ചയാണ്. അപ്പോ ഒരു മനുഷ്യന്റെ ഏകദേശം ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഡെവലപ്പായി വരും. പിന്നെ എക്സ്റ്റേണൽ ഇയർ അപ്പിയേഴ്സ്, എന്താണ് പിന്നെ ചെവിയൊക്കെ കൃത്യമായിട്ട് കുട്ടിയുടെ അതിങ്ങനെ കാണാൻ പറ്റും. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഒക്കെ, അതായത് കുട്ടിയുടെ സെക്സ് ഡിഫർ ചെയ്യുന്ന ഇതൊക്കെ എന്ത് ചെയ്യുന്നു, രൂപപ്പെട്ട് ഒരു ബേബി ഫോമിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ടാവും. ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ജസ്റ്റ് ഒരു പിക്ചറൈസ് ചെയ്തതാണ്. അതിൽ പിന്നെ ഒരു AI പിക്ചറാണത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ വീക്കിലതും. ഇത് വേണമെങ്കിൽ ഞാൻ ഇത് സ്ലൈഡ് ഗ്രൂപ്പിലേക്ക് ഇടാം. ഇനി അവസാനത്തെ പീരീഡ്, ഇതിലെ ഈ ഒരു സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, എംബ്രിയോ ആവുന്നു, എംബ്രിയോ പിന്നെ ഫീറ്റസ് ആവുന്നു. ഫീറ്റസ് നമ്മൾ 8ാമത്തെ ആഴ്ച വരെയാണ് നമ്മൾ സൈഗോട്ടിക് പീരീഡ് പറഞ്ഞത്, എംബ്രിയോ പറഞ്ഞത്. അവിടുന്ന് അങ്ങോട്ട് 9 മുതൽ 12 ആഴ്ച വരെയാണ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഈ സമയം മുതൽ പിന്നെ ഫീറ്റസ് എന്നാണ് അതിന് പറയാം. ഓക്കെ, എംബ്രിയോ എന്ന് പറയില്ല. ഇതിൽ ഏകദേശം നമ്മളെ ബോഡി പാർട്സുകളൊക്കെ അതിൽ പ്രസന്റ് ആയിരിക്കും. പിന്നെ തലയാണല്ലോ ആദ്യം നല്ല ഡെവലപ്പ് ആവുക, അപ്പോൾ തല ലാർജ് ആയിരിക്കും. ഫേസ് പിന്നെ മുഖമൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും, കണ്ണ് അതൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഒക്കെ ക്ലിയർ ആയിരിക്കും ഈ സമയത്ത്. 13 ആഴ്ച പിന്നെ ഇനി ഈ 13 to 16, 13 to 16 ഈ സമയത്താണ് പിന്നെ കൃത്യമായിട്ട് ഒരു മുടികളും മറ്റൊക്കെ കുട്ടിയുടെ വളരുന്ന സമയം. ഈ സമയത്ത് നമ്മൾ പിന്നെ മദറിന് ശരിക്കും അറിയാൻ പറ്റും ഈ കുട്ടിയുടെ ഈ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ, കാരണം ഈ മുടിയും ഇവരെ ഇതൊക്കെ ഡെവലപ്പ് ആകുന്ന സമയത്തുകൊണ്ട് ശരിക്കും അവരെ ഹാർട്ട് ബീറ്റും മറ്റൊക്കെ ഒരു 13th വീക്ക് മുതൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി 17 to 20 പിന്നെ നടക്കുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ നഖം, അതുപോലെ ഐബ്രോസ്, ലാഷസ് ഒക്കെ ഇവർ എന്ത് ചെയ്യുന്ന അപ്പിയർ ആകുന്ന സമയമാണത്. ഈ സമയത്തും നമ്മൾ പറഞ്ഞില്ലേ, കൂടുതൽ ഈ നഖമൊക്കെ തട്ടിയിട്ട് കുട്ടികൾ ഇങ്ങനെ ചവിട്ടി കളിക്കുന്ന സമയം വയറ്റുന്നപ്പോൾ ശരിക്കും ഒരു പെയിനൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടും, നെയിലൊക്കെ തട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതൊക്കെ അനുഭവപ്പെടുന്ന പ്രായമാണ് 17th മന്ത്, 17th വീക്ക്. എനിവേ 21 to 24 വീക്സ് ആകുമ്പോഴേക്കും ഫിംഗർ പ്രിന്റ് ഒക്കെ ഫോം ചെയ്യപ്പെടും. ഒരു ഈ ബോഡി എന്ത് ചെയ്യും, കുട്ടിയുടെ ഒരു പിന്നെ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇതിൽ കവർ ചെയ്യപ്പെടും. കുട്ടി എന്ത് ചെയ്യും, സക്ക് ചെയ്യാനും ഇതിനൊക്കെ പഠിക്കും. ആ സമയത്ത് ഇങ്ങനെ കുട്ടി നാവൊക്കെ ഡെവലപ്പായി ആ ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇനി അത് 25 വീക്ക് ആകുമ്പോഴേക്കോ, 25 to 28, പിന്നെ നേരത്തെ പറഞ്ഞ ബ്രെയിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്രെയിൻ ഡെവലപ്പ് ആകുന്ന ഒരു പ്രായം ഇതാണ് 25th വീക്ക്. 25th വീക്ക് ഓർമ്മിക്കണം, ബ്രെയിൻ ഡെവലപ്മെന്റ് നമുക്ക് കൂടുതൽ സൈക്കോളജിക്കലി ഉള്ളതുകൊണ്ട് ബ്രെയിൻ ഡെവലപ്പ് ആകുന്ന ഒരു പ്രായം വരുന്നത്, അത് ഫാസ്റ്റ് ഡെവലപ്മെന്റ് നടക്കുന്നത് 25th വീക്കിലാണ്. പിന്നെ കൺപോളകൾ മറ്റൊക്കെ ഓപ്പൺ ക്ലോസ് ഒക്കെ ആ സമയത്ത് ആകാൻ തുടങ്ങും. പിന്നെ ഓക്കെ, ഈ സമയത്ത് ഒരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 25-28 വീക്കിലൊക്കെ കുട്ടി ചിലപ്പം ബോൺ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ ബോൺ ചെയ്താലും പിന്നെ ഇത് വലിയ റിസ്ക് ആണ് ഈ കുട്ടിയെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. അതും കൂടി മനസ്സിലാക്കി വെക്കണം. 25-28 വീക്കിൽ പ്രസവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ വലിയ ചാലഞ്ചാണ്. അത് പിന്നെ സർവൈവ് ചെയ്യുക, കുട്ടി സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി 29th 32 ആ ഒരു വീക്കിലാണ് പിന്നെ ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് പിന്നെ സർവൈവ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഫീറ്റസ് എന്നാണല്ലോ ഈ പീരീഡിൽ പറയാം. ഫീറ്റസ് പ്രിപ്പയർസ് ഫോർ ലൈഫ് ഔട്ട്സൈഡ് ദി വോംബ്. ഒരു കുട്ടിയുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിനൊക്കെയുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ആണ് 28. ആ സമയത്ത് കുട്ടി ബ്രീത്തിങ് മൂവ്മെന്റ്, അതുപോലെ ഫാറ്റ് സ്റ്റോറേജ്, ഇതൊക്കെ നടക്കുന്നുണ്ട് 29th മുതൽ 32 വീക്ക് വരെ. പിന്നെ 33 മുതൽ 36 വീക്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കുട്ടിയുടെ ബോഡി ഹെയർ ഡിസപ്പിയേഴ്സ് ആവുന്നു.
പിന്നെ എന്താണ് ഇതിൽ പിന്നെ 33-ലൊക്കെയാണ് ഇനി ബർത്ത് നടക്കുന്നതെങ്കിൽ സർവൈവൽ ചാൻസസ് വളരെ കൂടുതലാണെന്നും പറയുന്നുണ്ട്. അതുപോലെ 25-ലും 28-ലൊക്കെ നടക്കുന്നത് വളരെ റിസ്ക് ആണെങ്കിൽ 33 ഒക്കെ എത്തുമ്പോഴേക്കും പിന്നെ സർവൈവൽ ചെയ്യപ്പെടാൻ ചാൻസ് കൂടുതലുണ്ട്. ഇനി 38 ലാസ്റ്റ് ആ സമയമായി. അപ്പോൾ അതിലേക്കും ഫീറ്റസ് ഈസ് ഫുൾ ടേമിലേക്ക് എന്തായിട്ടുണ്ടാവും, വളർന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ കുട്ടി ആന്റിബോഡീസ് ഒക്കെ, മദറിനുള്ള ആന്റിബോഡീസ് ഒക്കെ കുട്ടി ഇതാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് തുടങ്ങുക. അവസാന പ്രതിരോധ ശേഷിയൊക്കെ കിട്ടി കുട്ടി എന്ത് ചെയ്യും, നല്ല ഒരു ഫുൾ ഫോമിലേക്ക് ഡെവലപ്പ് ആവുന്ന ഒരു സമയം 38th വീക്കാണ്. ഇതിൽ ഞാൻ കൊടുത്തത് ജസ്റ്റ് പിന്നെ പറഞ്ഞു സൈഗോട്ടിക് പീരീഡിന് മറ്റൊരു പേരാണ് ജെർമിനൽ പീരീഡ് കേട്ടോ, ഒന്ന് ഓർമ്മിച്ചാൽ മതി. സൈഗോട്ടിക് പീരീഡ് ആണ് സ്റ്റാർട്ടിങ്, പിന്നെ എംബ്രിയോണിക്, ഫീറ്റൽ, ഈ മൂന്നും ഇതാണ് നടക്കുന്നത്. ഓക്കെ, അതിൽ ഓരോ പീരീഡിന്റെയും വീക്കുകളും ആ പിക്ചറിലുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. 2 ആഴ്ച വരെ ജെർമിനൽ അല്ലെങ്കിൽ സൈഗോട്ടിക് പീരീഡ് എന്നാണ് പറയാ. ആ സൈഗോട്ട് പിന്നെ എംബ്രിയോ ആവുന്നു. എംബ്രിയോ ആവുന്നത് 3rd to 8th വീക്കാണ്. പിന്നെ 9th വീക്ക് മുതൽ 38th, അതായത് ബർത്ത് വരെ നടക്കുന്നതാണ് ഫീറ്റൽ. ഓക്കെ, ഈ മൂന്നും ഓർമ്മിച്ചല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് ആ പിക്ചർ നോക്കിക്കോളൂ. അതിൽ ഓരോ സ്റ്റേജിലെയും ഡെവലപ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25-ലാണ് ബ്രെയിൻ, അങ്ങനെ ആ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് പോയാൽ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ ഈ ഭാഗം? ഹലോ, എനിവേ നമ്മൾ അവസാന ഭാഗത്തിലേക്ക് പോവാണ്. പിന്നെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്. എങ്ങനെയാണ് എൻവയോൺമെന്റ് നമ്മളെ ഈ ബേബി ഫോമിങ്ങിനെ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോണത്. അതിൽ കുറേ ഘടകങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എല്ലാം ഓർമ്മയില്ലെങ്കിലും കുറെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരു മദറിന്റെ ഡിസീസ് അതെന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. കുട്ടിയുടെ ബേബി ഫോമിങ്ങിനെ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിലെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഇതിൽ കൊടുത്തത് നിങ്ങൾക്ക് കാണാം. ചില പിന്നെ നമ്മളെ റുബെല്ല പോലെ, അതുപോലെ പിന്നെ നമ്മളെ പിന്നെ എല്ലാം നമ്മളെ റുബെല്ല പോലെയുള്ള അസുഖങ്ങൾ, നമ്മളെ വ്യാപകമായിട്ട് വരുന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ എന്താവുന്നുണ്ട്, കുട്ടിയുടെ ഈ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതിന് എക്സാമ്പിളാണ്. നമുക്ക് ആഡ് ചെയ്ത് എഴുതുകയും ചെയ്യാം. പിന്നെ എസ്പെഷ്യലി ഇഫ് ഗോട്ട് ഏർലി ഇൻ പ്രഗ്നൻസി, അതർ വേഴ്സസ് ലൈക്ക് മംസ്, പോളിയോ, ഫ്ലൂ മേ ആൾസോ എഫക്ട് ഡെവലപ്മെന്റ്. പിന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് അമ്മയെങ്കിൽ അത് പിന്നെ അതൊക്കെ ഇതിൽ നടക്കും, എഫക്ട് ചെയ്യും. ബ്ലഡ് പോയിസണിങ് ഡ്യൂറിങ് പ്രഗ്നൻസിന്റെ സമയത്തുള്ള എന്തെങ്കിലും ബ്ലഡ് പോയിസൺ ചെയ്ത എന്തെങ്കിലും സംഗതികൾ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് വരെ എത്തിച്ചേക്കാം, പ്രീമാച്ചുവർ ബർത്തിലേക്ക് വരെ എത്തിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അതില്ലെങ്കിലും ബേബിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസുകളെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. ചില മെഡിക്കേഷനിലൂടെ ഒക്കെ അത് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് ബേബിക്ക് ചിലപ്പോൾ കൈ നമുക്ക് അംഗവൈകല്യം വരുന്ന രൂപത്തിൽ അവർ ജനിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്. ഒന്ന് പറഞ്ഞു മദേഴ്സ് ഡിസീസ്, പിന്നൊന്ന് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്. ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസിൽ നമുക്ക് അറിയുന്ന പോലെ സാധനം തന്നെയാണ് ആൽക്കഹോൾ, ടൊബാക്കോ, ആസ്പിരിൻ, എന്തൊക്കെ ഹെറോയിൻ, ഇങ്ങനത്തെ സംഗതികളൊക്കെ എന്തൊക്കെയാണ് ഡ്രഗ്സ് വരുന്നത്, കെമിക്കൽസ് വരുന്നത്, ഇതിനെ ഹാംഫുൾ ആവുന്ന എന്തൊക്കെയുണ്ട് അത്. പിന്നെ ഈ പ്രഗ്നൻസി ടൈം ഒരു അമ്മ ഇതിനൊക്കെ അഡിക്റ്റഡ് ആണെങ്കിൽ അത് കുട്ടിയെ ഡെവലപ്മെന്റിനെയും ടോട്ടലി ഡെവലപ്മെന്റിനും ഒക്കെ അത് ബാധിക്കും. പല രീതിയിലും അതിന്റെ എഫക്റ്റ് കുട്ടിയുടെ ലൈഫിൽ കാണാം. കുട്ടിയിൽ പിന്നെ അറ്റൻഷൻ പ്രോബ്ലംസ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഒക്കെ വരുന്ന കുട്ടികളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അമ്മ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആണെങ്കിൽ കുട്ടികളിൽ അതൊക്കെ ബർത്ത് ഡിഫക്റ്റ്, അറ്റൻഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇനി പിന്നെ ഒന്ന് സ്മോക്കിംഗ് ആണ്. കൂടുതൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങളായതുകൊണ്ടാണ്. സ്മോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീമാറ്റർ ബർത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അമ്മ അതുണ്ടെങ്കിൽ. അതുപോലെ ലോ ബർത്ത് വെയിറ്റിന് സാധ്യതയുണ്ട്. ലേണിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനും, അറ്റൻഷൻ ഒക്കെ വരുമ്പോൾ ലേണിംഗ് പ്രോബ്ലവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റേഡിയേഷൻ ആണ്.
റേഡിയേഷൻ, ഹൈ ലെവൽസ് ഓഫ് റേഡിയേഷൻ ക്യാൻ ഡാമേജ് ദി ഫീറ്റസ്. നമ്മളെ ഫീറ്റസ് പീരീഡിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഡാമേജ് ആക്കാൻ, ഫീറ്റസിനെ ഡാമേജ് ആക്കാൻ സാധ്യത കൂടുതലാണ് റേഡിയേഷൻ. പിന്നെ അത് മിസ്കാരേജ് ഓർ ബർത്ത് ഡിഫക്റ്റിലേക്ക് അത് ലീഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇനി നാച്ചുറൽ റേഡിയേഷൻ ആണെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് കൂട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത്, ഡിപ്പെൻഡിങ് ഓൺ എക്സ്പോഷർ. ഇനി അബോർഷൻ ആണ്. പ്രഗ്നൻസി ക്യാൻ എൻഡ് നാച്ചുറലി മിസ്കാരി. അപ്പോൾ നാച്ചുറലി ആണ് അബോർഷൻ നടത്തുന്നതെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചില ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടും മറ്റൊക്കെ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇനി മെഡിക്കലി ആണെങ്കിലും ഒക്കെ അത് കുട്ടിയെ പിന്നെ അത് ബാധിക്കും. ചിലപ്പോൾ അബോർഷൻ നടത്താൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചോ, അബോർഷൻ നടന്നില്ലെങ്കിലും അത് പിന്നെ അത് എന്ത് ചെയ്യും, അത് ആ ഒരു ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഇതിൽ പറയുന്നുണ്ട്, നമ്മളെ മെറ്റീരിയലിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിലൊക്കെ ചില ജെൻഡർ ബേസ്ഡ് അബോർഷൻസ് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇപ്പം അത് കുറവാന്ന് തോന്നുന്നുണ്ട്. മുമ്പൊക്കെ നമുക്ക് അറിയാലോ, ഉണ്ടായിരുന്നല്ലോ, പെണ്ണറിഞ്ഞാൽ അബോർഷൻ ചെയ്യിക്കുന്ന രീതിയൊക്കെ. അതൊക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും പിന്നീട് ലൈഫിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അത് പിന്നെ സേഫ് അബോർഷൻസ് ആർ യൂഷ്വലി ഡൺ ഏർലി ഇൻ പ്രഗ്നൻസി ബൈ ട്രെയിനഡ് ഡോക്ടേഴ്സ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അബോർഷൻ ചെയ്യേണ്ടത് ട്രെയിനഡ് ഡോക്ടേഴ്സ് ആയിരിക്കണം. Today, opposition to abortion is mostly based on moral and religious ways ആണ് ഇപ്പം ഇതിനെതിരെ ഓപ്പോസിഷൻ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മെറ്റീരിയലിൽ പറയുന്നുണ്ട്. എനിവേ, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് വളരെ പ്രധാനമാണ്. ഒരു കുട്ടി പിന്നെ യങ് പീരീഡിലാണ്, ഒരു 18 വയസ്സിൽ താഴെ ഉള്ള പ്രായത്തിലാണ് കുട്ടി പിന്നെ കുട്ടിയെ പ്രസവിക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് 35 വയസ്സിനൊക്കെ മുകളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും എഫക്റ്റ് ചെയ്യും. ഇത് ഹൈ റിസ്ക് ഉണ്ടാക്കും, ബർത്ത് ഇഫക്ട്സ് ഉണ്ടാക്കും. പിന്നെ ചിലപ്പോൾ ഏർലി ഡെലിവറി നടന്നേക്കാം. പിന്നെ ഇനി ഡെലിവറി നടക്കാതെ ചിലപ്പോൾ ഇൻഫന്റ് ഡെത്തിലേക്ക് വരെ അത് എത്തിച്ചേക്കാം. ഈ 2 പീരീഡും ക്രിട്ടിക്കലാണ്. ഒന്നുകിൽ അണ്ടർ 18 അതുപോലെ ഓവർ 35. കാരണം ഇത് ഫിസിക്കലി അല്ലെങ്കിൽ മെഡിക്കലി പിന്നെ എന്ത് ചെയ്യില്ല, ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് പറ്റിയ ഒരു പീരീഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് പ്രത്യേകം ആ ഒരു പീരീഡ് പറയുന്നത്. ഓക്കെ, എന്തായാലും എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസിൽ ഓർമ്മിക്കേണ്ട ഒരു ഇതാണ് മദേഴ്സ് ഏജ്. പിന്നെ മദേഴ്സ് ന്യൂട്രീഷൻ, അത് അമ്മയുടെ ഭക്ഷണവും ക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ന്യൂട്രീഷൻ ഉള്ള, പ്രോട്ടീൻ ഉള്ള, വിറ്റാമിൻ ഉള്ള ഫുഡൊക്കെ അമ്മ കഴിക്കുന്നില്ലെങ്കിൽ അതും ഇതിനെ എഫക്റ്റ് ചെയ്യാം. അത് ലോ ബർത്ത് വെയിറ്റിലേക്കും പിന്നെ ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്തിലേക്ക്, മെന്റൽ ഡെവലപ്മെന്റ് ഡിലേസിലേക്ക് ഒക്കെ അത് പോയേക്കാം. പിന്നെ ഇത് പറയുന്നത് എസ്പെഷ്യലി ഇൻ ഏർലി ഓർ ലേറ്റ് പ്രഗ്നൻസിയിൽ ക്യാൻ ഹാം ബ്രെയിൻ ഡെവലപ്മെന്റിനെ വരെ എന്ത് ചെയ്യാം, ഈ മാൽന്യൂട്രീഷൻ എന്നാണ് പറയാ, അത് ഹാം ചെയ്തേക്കാം. പിന്നൊന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ പറയുന്ന ഒന്ന് സ്ട്രെസ്സാണ്. സ്ട്രെസ് നമുക്കറിയാം, സിവിയർ സ്ട്രെസ് മദറിൽ ഉണ്ടായി കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, മദറിൽ ഉണ്ടായിരുന്ന എന്തും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നല്ലോ തുടക്കത്തിൽ. അത് ഇവിടെ ഒന്നും കൂടി പറയാണ്. മദറിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എഫക്ട് ദി ബേബീസ് ഡെവലപ്മെന്റ്. സ്ട്രെസ് ഹോർമോൺ ലൈക്ക് നമുക്കറിയാം, നമുക്ക് പഠിക്കാനുണ്ട് ഇനി, അഡ്രിനാൽ ഹോർമോൺ, പിന്നെ സ്ട്രെസ് ഹോർമോൺ ലൈക്ക് അഡ്രിനാൽ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ്, ഇതൊക്കെ എന്ത് ചെയ്യും, പ്ലാസന്റനെ ക്രോസ് ചെയ്തിട്ട് കുട്ടിയുടെ ഗ്രോത്തിനെ, അതുപോലെ കുട്ടിയുടെ എല്ലാ രൂപപ്പെടുന്ന ഡെവലപ്മെന്റിലൊക്കെ അത് എഫക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആങ്സൈറ്റി, സ്ട്രെസ് അതുപോലെ ആങ്സൈറ്റി ഒക്കെ ഒരുമിച്ച് പറഞ്ഞു. ആങ്സൈറ്റിയും ഇതിനെ നല്ല എഫക്ട് ചെയ്യും. ആങ്സൈറ്റി നമ്മൾ ലേറ്റ് പ്രഗ്നൻസിയിൽ ചിലപ്പോൾ നമുക്കറിയാലോ, കുട്ടി ഉണ്ടാവുന്നേ ഇല്ല ഒരാൾക്ക്, കുറെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുന്നില്ല, ടെൻഷൻ അടിച്ച് അങ്ങനെ ആ ഒരു ടൈം പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് നല്ല ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ വീക്കർ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കും. കാരണം മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ഒക്കെ, അത് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുക. അപ്പോൾ അത് സ്ലോ ആക്കും, വീക്ക് ചെയ്യും ഈ ആൻസൈറ്റി ഒക്കെ. അപ്പോൾ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് RH ഇൻകോമ്പറ്റബിലിറ്റി ആണ്. അതൊന്ന് എന്താക്കണം, ഓർമ്മിച്ചു വെക്കണം. ഈ ഒരു ഇത് കുറച്ചും കൂടി
ശ്രദ്ധ കൊടുക്കണം. അതായത് നമുക്ക് പഠിക്കാനുണ്ട്, MPC 1 ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ RH നെഗറ്റീവ് RH പോസിറ്റീവ് എന്ന് പറയാം. ഇപ്പോൾ മദറിലുള്ളത് RH നെഗറ്റീവ് ബ്ലഡ് ആണ് എന്ന് വിചാരിച്ചോ. അത് കുട്ടിയിൽ RH പോസിറ്റീവ് ആണെങ്കിൽ ഈ അമ്മയുടെ ശരീരം എന്ത് ചെയ്യും, അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലഡിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രതിരോധ ശേഷി ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന സമയത്ത് ആന്റിബോഡീസ് ഡെവലപ്പ് ആവുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇത് വളരെ ഹാമായിട്ട് മാറും എന്നാണ് പറയുന്നത്. കാരണം രണ്ടാളും RH നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ, ഓക്കെ, ദിസ് ക്യാൻ ഡാമേജ് ദി ബേബീസ് റെഡ് ബ്ലഡ് സെൽസിനെ അത് ബാധിക്കും. കുട്ടിയുടെ റെഡ് ബ്ലഡ് സെൽസിനെ അത് ബാധിക്കും. അത് അമ്മയിൽ എന്തെങ്കിലും ബ്ലഡ് കോട്ടിങ്ങോ മറ്റോ നടന്നു കഴിഞ്ഞാൽ അത് ഇതെന്ത് ചെയ്യും, അമ്മയുടെ ശരീരത്തിലുള്ള ആന്റിബോഡീസ് വർക്ക് ചെയ്യും. ആന്റിബോഡീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ റെഡ് ബ്ലഡ് സെൽ ഉണ്ടാവുമല്ലോ, അത് ഇതിനെ കവർ ചെയ്യാൻ മാത്രമുള്ള ഒരു ശക്തിയിലേക്ക്, പ്രതിരോധ ശേഷിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ഇത് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് എത്താം, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു RH ശരിക്കും ഉണ്ടാവേണ്ട RH കോമ്പാറ്റിബിലിറ്റി ആണ് ഉണ്ടാവേണ്ടത്. ഇൻകോമ്പാറ്റിബിലിറ്റി പറയുന്നത് അത് രണ്ടും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും റിസ്ക് വരുന്ന സമയത്ത്, നോർമലി പ്രശ്നമൊന്നുമില്ല, പക്ഷേ അമ്മയുടെ എന്തെങ്കിലും ബ്ലഡ് കോട്ടിങ്ങോ മറ്റോ ഉള്ളിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്ന സമയത്തുള്ള ഒരു ഫൈറ്റിംഗ്, രണ്ടും തമ്മിലുള്ള ഫൈറ്റിങ്ങിലൂടെ സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസിലേക്കും ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിലേക്കാണ് അവിടെ പറഞ്ഞത്. എനിവേ, ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു ഇതില്. സമയത്തിലായി എന്നറിയില്ല, നോക്കട്ടെ. എഴുതി